മൗസി ഇത് വെറും ഒരു വാക്കല്ല. മൗസി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരിക നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്കാണ്. അവിൽ മിൽക്കിനെ ഒരു ബ്രാൻഡാക്കി മാറ്റി ഇന്ത്യക്ക് അകത്തും പുറത്തുമായി പടർന്നു പന്തലിച്ച മൗസി അങ്ങനെ മേലാറ്റൂരിൽ 34ാമത്തെ ഔട്ട്ലെറ്റ് ആരംഭിക്കുമ്പോൾ ഈ ഔട്ട്ലെറ്റിന് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിനോടകം തന്നെ നിങ്ങളത് ശ്രദ്ധിച്ചു കാണും. ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയ ആളുകളാണ് ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്നത്. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. മൗസിയുടെ 34ാമത്തെ ഔട്ട്ലെറ്റ് ചെവി കേൾക്കാൻ കഴിയാത്ത, സംസാരിക്കാൻ കഴിയാത്ത ആളുകളെ വെച്ച് മാത്രം ഈ മേലാറ്റിൽ ഓപ്പൺ ആക്കിയ ഒരു ദിവസമാണിന്ന്. പക്ഷേ ഇവിടെ ഏത് രീതിയിലുള്ള കസ്റ്റമർ വന്നാലും അവർക്ക് ഈസിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എല്ലാവിധ ഫെസിലിറ്റീസും ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഡഫായിട്ടുള്ള ആളുകളെ സംഘടിപ്പിച്ച് അവർക്ക് തൊഴിൽ നൽകുക എന്നതാണ് ആദ്യത്തെ സംരംഭം. ആ നിലയിൽ മേലാറ്റൂരിൽ ആരംഭിക്കുന്ന തികച്ചും പൂർണ്ണമായും ഡഫായിട്ടുള്ള ആളുകൾ മാത്രം നടത്തുന്ന ഈ സ്ഥാപനം എല്ലാവർക്കും അഭിമാനം നൽകുന്നതാണ്. ഇവർ മാറി നിൽക്കേണ്ടവരല്ലെന്നും ഇവരെ ചേർത്ത് പിടിച്ച് കൂടി നിർത്തുകയാണ് വേണ്ടതെന്നുമാണ് ഈ പ്രവൃത്തിയിലൂടെ മൗസി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മൗസി ഒരുപാട് ഔട്ട്ലെറ്റ്സ് തുറന്നെങ്കിലും ഡെഫ് വെച്ചിട്ടുള്ള കുട്ടികളെ വെച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് സ്റ്റാഫ് 100% സ്റ്റാഫും ഡെഫായിട്ടുള്ള കുട്ടികളെ വെച്ചിട്ട് തുറന്നത് ഭയങ്കര ഇനീഷ്യേറ്റീവാണ്. അത് മറ്റുള്ളവർക്കും അതൊരു പ്രചോദനം. ഭിന്നശേഷിക്കാരായ ആൾക്കാർ, മുണ്ടാൻ വയ്യാത്ത, ചെവിയാക്കാത്ത ആൾക്കാരുണ്ട്. അവർക്ക് ഇതൊരു മാതൃകയാണ്, ശരിക്കും സമൂഹത്തിനൊരു മാതൃകയാണ്. തങ്ങളുടെ വളർച്ചയിലും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ഒരു അവിൽ മിൽക്ക് ഷോപ്പ് എന്നതിലുപരി ജനഹൃദയങ്ങൾ കീഴടക്കുകയാണ് മൗസി.